നിയമത്തിലെ 21 ലേഖനങ്ങൾ, അതില് ഏറെ ലേഖനങ്ങളും പൗലോസ് എഴുതിയ ലേഖനമാണ്. ഇഷ്ടമുള്ള ലേഖനം യാക്കോബിന്റെ ഒരു ലേഖനം, യൂദയുടെ ഒരു ലേഖനം, പത്രോസിന്റെ 2 ലേഖനം, യോഹന്നാന്റെ 3 ലേഖനം. ഇതിലെ യാക്കോബിന്റെ ലേഖനം വളരെ ഈടുറ്റ ഒരു ലേഖനമാണ്. പുതിയ നിയമത്തിലെ 2 ലേഖനങ്ങൾ സമാന്തരമായ 2 രേഖ പോലെ, ഒന്ന് റോമാ ലേഖനവും 2 യാക്കോബിന്റെ ലേഖനം. ഈ 2 ലേഖനങ്ങളിൽ നമുക്കറിയാം 2 വിഷയമാണ് ലേഖനകർത്താക്കൾ സ്ഥാപിക്കുന്നത്. റോമാലേഖനത്തിൽ വിശ്വാസത്താലുള്ള നീതീകരണം, എന്നാൽ യാക്കോബ് അതിനെ ഖണ്ഡിക്കുന്നില്ല. യാക്കോബ് പറയുന്നത് വിശ്വാസം മാത്രം പോലെ പ്രവൃത്തിയും വേണം. പ്രവൃത്തിക്ക് വളരെ ഊന്നൽ കൊടുത്താണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് വേദ പഠിതാക്കളിൽ ചിലര് അഭിപ്രായപ്പെടുന്നത് യാക്കോബ് രക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല, പ്രവൃത്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നെന്ന്. എന്നാൽ യാക്കോബിന്റെ ലേഖനം പഠിക്കുന്ന ഒരു വേദ പഠിതാവിന് മനസ്സിലാക്കും അദ്ദേഹം രക്ഷയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നയാളാണ്. ആത്മരക്ഷ, പ്രാണരക്ഷ, ദേഹരക്ഷ, 3 രക്ഷയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. 3 വാക്യം വായിക്കണം. 1:21, 5:19, 2:16. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട്. പിന്നെ ബഹുമാന്യ സഹോദരന്മാരുടെ ഒരു കാര്യം അപേക്ഷിക്കുന്നു, കൽപ്പനയല്ല, ഈ വാക്യം കാണിക്കണ്ട, എല്ലാവരും വേദപുസ്തകം എടുക്കട്ടെ, ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പം അത് നല്ലതാ, ഇതെല്ലാം നല്ലതാ. എന്നാലും വേദപുസ്തകം എടുത്ത് മറിച്ച് വാക്യം എടുക്കുന്നതാണ് നമുക്ക് തിട്ടം വരുന്നത്. ഇതിങ്ങനെ കണ്ട് മാഞ്ഞു പോകുന്നതാണ്. വേദപുസ്തകം താള് മറിച്ചെടുത്താൽ ഹൃദയത്തിൽ നിന്നൂടെ പതിയും. അപ്പം അതുകൊണ്ട് കൽപ്പിക്കുന്നില്ല, അപേക്ഷയാണ്. നിങ്ങളും വേദപുസ്തകം എടുത്തു. ഇനി 1:21 വായിച്ചേ. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം. ഈ പിള്ളേർക്ക് മലയാളം അറിയത്തില്ലെന്ന് തോന്നില്ലയോ? അറിയാമോ? ഞാൻ ഒരിക്കലൊരു സ്ഥലത്ത് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, പിള്ളേർക്കാർക്ക് മലയാളം അറിയാൻ മേല. അത് ശരിയാ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം വേറൊരുത്തം വന്ന് അവൻ്റെ മമ്മിയോട് പറഞ്ഞു, മമ്മി എന്നെ തെറി പറഞ്ഞെന്ന മറ്റവൻ. അപ്പം മമ്മി ചോദിച്ചു, എന്തോ തെറിയാടാ? അത് ഞാനതുപോലെ പറയാം, പട്ടീന്ന് വിളിച്ചെന്ന്. അപ്പം മലയാളം അറിയാമല്ലോ. തെറി അറിയാവുന്നേ ഉള്ളായിരിക്കും ചിലർക്ക്. ഈ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളത് പറഞ്ഞു കൊടുത്തേക്കണം. എന്തുവാ, ജെയിംസ് അല്ലേ? ചാപ്റ്റർ 1 വേർഡ്സ് 21 എടുക്ക. മായിരിക്കല്ലയോ, എടുക്ക. ഇനി ഭാഗ്യം അറിയാഞ്ഞിട്ടാ എടുക്കാത്തെന്ന് വേണ്ട. ഇനിയും ഒന്നുകൂടെ വായിച്ചോ. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ മതി. അപ്പോൾ ആത്മരക്ഷയ്ക്ക് യാക്കോബ് പ്രാധാന്യം കൊടുക്കുക. എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, ആത്മരക്ഷ യേശു ക്രിസ്തുവിൽ കൂടി മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമമാ. എല്ലാ നാമത്തിലും മേലായ നാമം, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാലുകൾ മടങ്ങുന്ന വിറയ്ക്കുന്ന നാമം, അത്ഭുതങ്ങളുടെ നാമം, അതിശയത്തിന്റെ നാമം, രോഗസൗഖ്യം വരുത്തുന്ന നാമം, ഭൂതങ്ങൾ വിട്ടുമാറുന്ന നാമം, രോഗികൾ സൗഖ്യമാക്കുന്ന അവിടുത്തെ പരിശുദ്ധ നാമം. നമ്മൾ ആത്മരക്ഷ അത് യേശുക്രിസ്തുവിൽ കൂടി മാത്രം. കർമ്മമാർഗം കൊണ്ടും പുണ്യപ്രവർത്തി കൊണ്ടും ദാനധർമ്മം കൊണ്ടും നേർച്ച കാഴ്ച കൊണ്ടൊന്നുമല്ല രക്ഷ. രക്ഷ വിശ്വാസത്താൽ യേശുക്രിസ്തുവിൽ കൂടി മാത്രം. അപ്പൊ ആത്മരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. 5:19 വായിച്ചേ. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോവുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കും. അപ്പൊ ഇവിടെ പ്രാണരക്ഷ, പ്രാണനെ മരണത്തിൽ നിന്ന്. അപ്പൊ പ്രാണരക്ഷയ്ക്കും പ്രാധാന്യം കൊടുത്തു. 1-ാം അധ്യായത്തിൽ ആത്മരക്ഷ, 5-ാം അധ്യായത്തിൽ പ്രാണരക്ഷ. അപ്പം യാക്കോബ് രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നയാളാ. ഏതെങ്കിലും ഒരു കാര്യം കേട്ടോണ്ട് വിധിക്കരുത്.
ഒരു കാര്യം കേട്ടോണ്ട് നമുക്ക് ഒരു പാഠമാണ്. ഒരാളെ നമ്മൾ വിധിക്കുമ്പോൾ, അഭിപ്രായം പറയുമ്പോൾ കുറെ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചേച്ചേ അതും വിധിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുമില്ല. ഏത് വ്യക്തിയിലും നല്ല ഗുണങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ട്, ആരും മോശക്കാരല്ല. എന്നിലില്ലാത്ത വിശേഷത നിങ്ങളിലുണ്ട്, നിങ്ങളിലില്ലാത്ത വിശേഷത അടുത്തിരിക്കുന്ന ആൾക്കുണ്ട്. വിശേഷതയില്ലാത്ത ആരും ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വിധിക്കുമ്പോൾ വിധിക്കരുത്. അഥവാ ഒരഭിപ്രായം, വിധിയല്ല അഭിപ്രായം പറഞ്ഞാൽ സൂക്ഷിച്ചേ പറയാവൂ. അല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. എന്നെപ്പറ്റി പല അഭിപ്രായമാണ്. ചില പറയുന്ന പാട്ടേ ഉള്ളെന്ന്. ഇന്നാളൊരാൾ പറഞ്ഞ അച്ചായനെ നാട്ടിലൊക്കെ വിളിക്കുന്നത് വചനം കേൾക്കാനൊന്നുമില്ല, കേൾക്കാനല്ല. ഞാൻ ചോദിച്ചു പിന്നെന്തിനാ? ഈ വളിപ്പ് കേൾക്കാനാണ്. അപ്പം അവൻ്റെ അഭിപ്രായം ഞാൻ വളിപ്പാ പറയുന്നതെന്നാ. വേറൊരുത്തൻ പറഞ്ഞ അച്ചായൻ ഈ ലാസ്റ്റ് വെക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ അന്ന് ആൾ കൂടും, സ്വോത്രകാഴ്ച കിട്ടുമെന്ന്. ഓരോരോ അഭിപ്രായങ്ങളാണ്. വേറൊരാൾ പറഞ്ഞു അയാൾ പഴംപുരാണമൊക്കെ പറയുന്ന ആളാണ്, ഞാൻ പഴയ കാര്യമൊക്കെ പറയുന്നതിനാ. വേറൊരാൾ പറഞ്ഞു അയാൾക്ക് വിവരമൊന്നും ഉള്ളവനല്ല. അത് സത്യമാണ്, അത് ഞാനും അംഗീകരിച്ചു. വേറൊരാൾ പറഞ്ഞ അയാൾ കുടുംബത്തിൽ പറഞ്ഞതല്ലെന്ന്. അതും സത്യമാണ്. കാരണം ആശുപത്രി വെച്ച് പ്രസവിച്ചെന്ന അമ്മ പറഞ്ഞ് കേട്ടേക്കുന്നത് കുടുംബത്തിൽ പറഞ്ഞതല്ല. വേറെ ഒരാൾ പറഞ്ഞു അയാളുടെ പുള്ളി പറഞ്ഞ ഭാഷ അതുപോലെ പറയാം. അവൻ്റെ തന്ത കള്ളുഷാപ്പിലെ ജോലിക്കാരന്, അതിൻ്റെ സ്റ്റാൻഡേർഡേ ഉള്ളെന്ന്. സത്യമാണ്. എൻ്റെ അപ്പൻ കള്ളുഷാപ്പിലെ ഒരു ചെറിയ ജോലിക്കാരനാണ്. ഞാനതിൽ അഭിമാനിക്കുന്ന ആളാണ്. അതെ, കാരണം ആ തുച്ഛമായ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞങ്ങൾ 4 മക്കളെയും അപ്പനും അമ്മയും വല്യമ്മയും ബന്ധത്തിലുള്ളവരെയൊക്കെ എൻ്റെ അപ്പൻ കരുതി. അത് വലിയ കാര്യമാണ്. ഞാനതിൽ അഭിമാനം കൊള്ളുന്ന ആളാണ്. അതെ, അമേരിക്ക ചെന്ന് പറഞ്ഞ് അതൊന്നും പറയുന്നത് അവന് ബോർഡാന്ന് പറഞ്ഞു എൻ്റെ പാട്ടിന്. പിന്നെ എൻ്റെ തന്തയുടെ കാര്യം നീ പറയുമോ? അത് ഞാൻ തന്നെ പറയണ്ടേ? അല്ലേ? ചില കാശും പുത്തനും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പഴയതൊന്നും ഓർക്കാടിയല്ല, പറയുകയല്ല. ഇവിടെ എന്നൊരാൾ പറഞ്ഞു മറ്റേ പേര് പറയണ്ടെന്ന്. രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ഒരു പേരുണ്ടായിരുന്നു, രക്ഷിക്കപ്പെട്ടപ്പോൾ പേര് മാറ്റി, അത് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞാൽ ഞാനും അതുപോലാന്ന് നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ? പാടിയാ പോരാ, വന്ന വഴികൾ. അങ്ങനെ പാട്ടില്ലേ? എങ്ങനെ മോനെ ആ പാട്ട്? മോൻ അവിടെ കയറിയിരുന്നു. ഞാൻ ഇനിയും പാട്ട് പാടും. ദൈവം അനുഗ്രഹിക്കട്ടെ. താഴ്ചയിൽ നമ്മെ ഓർത്താദരിച്ചല്ലോ, വീഴ്ച എന്നിയെ കാത്തോ മനിച്ചല്ലോ, വൈരികൻ കയ്യിൽ നിന്നു വീണ്ടെടുത്തല്ലോ, ധൈര്യമായി നമുക്കും താൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് താൻ വല്ലവനല്ലോ, സ്തുതിയെന്നു അവന് താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമൽ താൻ സന്നിധിയിലും താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടും. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ. അവിടെ നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. ഞാനാന്നേലും നിങ്ങളാന്നേലും ഒരു കാര്യം പറയുമ്പോൾ ഏറെക്കുറെ അറിഞ്ഞേച്ചേ. സ്തോത്രം. ആട്ടെ, ഒത്തിരി കാര്യം ഓർമ്മ വരുന്നുണ്ട്, എല്ലാം ഒന്നും പറയുന്നില്ല, വെറുതെ എന്തിനാ. അപ്പൊ യാക്കോബിനെ പറ്റി പറയുന്നത് പുള്ളി രക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ലെന്ന്. പക്ഷെ നോക്കിക്കേ, ആത്മരക്ഷ, പ്രാണ
രക്ഷ. ഇനി അടുത്ത ദേഹരക്ഷ 2:16. സമാധാനത്തോടെ പോയി തീ കായുകയും ആ വിശപ്പടക്കുകയും ചെയ്യുവീൻ എന്ന് പറയുന്നതല്ലാതെ ആ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ അപ്പൊ ഒരു ഉപകാരം, നിങ്ങളൊന്ന് എഴുന്നേറ്റ് മുന്നോട്ടിരിക്കാം. അവിടെ 1-2 പേര് കസേരയില്ലാതെ ഭാരപ്പെടുന്നു. ഒന്ന് പ്ലീസ് ദയവ് ചെയ്ത് എല്ലാവരും സഹോദരന്മാരെഴുന്നിട്ട് ഇങ്ങോട്ട് മോനെ ചൊടിഞ്ഞ് കയറിയിരിക്കണം. ഇംഗ്ലീഷ് പറയണോ? പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ഇങ്ങോട്ട് കയറി. അത്രയൊക്കെ എനിക്കറിയാവുള്ളൂ. അത് തന്നെ ഞാൻ എന്ത് ബുദ്ധിമുട്ടിയാണ് ഒപ്പിക്കുന്നത്. ഇങ്ങോട്ട് കയറിയിരിക്കും. നിങ്ങൾ സഹോദരന്മാരെന്ന് അവിടെ പുറകിരിക്കുന്നവർക്കൊന്ന് ഇരിക്കാൻ. അപ്പോൾ 2 കസേര പുറകെ ഫ്രീ ആയിട്ട് വരുമല്ലോ. ഒന്ന് മുന്നോട്ടൊന്ന്. കാത്ത കൃപയേ കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ കാത്തു കൃപയിൽ. കസേര മുന്നിൽ വെറുതെ ഇടരുത്, മുന്നോട്ട് കയറിയിരിക്കുക. വിടാതെന്നെ കൺമണി പോലെ കലങ്ങിയുള്ളം നീറും നേരം, കലങ്ങിയുള്ളം നീറും നേരം അരികിൽ വന്നേകി ആശ്വാസം. നിങ്ങൾ സഹോദരന്മാർ മുന്നോട്ടിരിക്കുക. മാമ മണാള നിൻപ്രേമത. മുന്നോട്ട്. മാമ മണാള ഓ നിറയുന്നേയുള്ള ഇന്നേരം നിറയുന്നേയ ഓ അതിശയമേയെ ചുമിസേനം ആനന്ദമേ ആയതിൻ ഓ അതിശയമേയെ ചുമിസേ ഓ ആനന്ദമേ യതിൻ ധ്യാനം ആഴമുയരം നീളം വീതി ആഴം ആർക്ക് ഗ്രഹിക്കാൻ നിൻ പ്രേമം ആർക്ക് ഗ്രഹിക്കാൻ. മമ മണാള നിൻ പ്രേമത്താലെ മമ മണ ഓ നിറയുന്നേ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ 2:16 സിസ്റ്റർ വായിച്ചാട്ടെ. സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവീൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യം. അപ്പൊ ദേഹരക്ഷ. അപ്പൊ ചിലര് പറയുന്നത് യാക്കോബ് രക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ലെന്നാ. നോക്കിക്കേ, 3 വാക്യത്തിൽ 3 രക്ഷ: ആത്മരക്ഷ, പ്രാണരക്ഷ, ദേഹരക്ഷ. ഇതുപോലെ രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്ത എഴുത്തുകാരനില്ല. 3 രക്ഷ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇത് 3 അത്യാവശ്യമാണ്. ആത്മരക്ഷ, പ്രാണരക്ഷ, ദേഹരക്ഷ. അത് 3 യാക്കോബ് തെളിയിച്ചു. അപ്പൊ രക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുക യാക്കോബ്. തന്നെയല്ലേ യാക്കോബിന്റെ മനോഭാവം? 1-ാം വാക്യം ഒന്ന് വായിച്ചേ. 1:1 ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് തന്നെ പരിചയപ്പെടുത്തിയത് എങ്ങനാ? യേശുക്രിസ്തുവിന്റെ ദാസൻ. ഈ യാക്കോബ് ആരാ? യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാ. അമ്മയൊന്ന, ജനനം 2 വിധത്തില. തന്നെയല്ല, യേശു ജീവിച്ചിരുന്ന കാലത്ത് ഈ യാക്കോബും ശിമോനും യോസേയും യൂദയൊന്നും യേശുവിൽ വിശ്വസിച്ചില്ല. വിശ്വസിക്കാഞ്ഞതിൻ്റെ കാരണം, ഒരു വീട്ടിൽ ജീവിക്കുകയല്ലേ, ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതല്ലേ. എൻ്റെ ഭാഷയാ, ഒരു വായി കിടന്നിറങ്ങി, ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുക, ഒരു വീട്ടിൽ പാർക്ക്. അപ്പം പിന്നെ ദൈവമാണെന്നൊന്നും വിശ്വസിച്ചില്ല. യോഹന്നാൻ 7:5 ഒന്ന് വായിച്ചേ. യോഹന്നാൻ 7:5. അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. അതാ, ഇവരാരും വിശ്വസിച്ചില്ല ആദ്യം. അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല, ആദ്യം ഒന്നും വിശ്വസിച്ചില്ല. എന്നാൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, മരിച്ചു, അടക്കപ്പെട്ട് തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് 3-ാം ദിവസം ഉയർത്തു. ആദ്യം മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു, പിന്നെ കേഫാവിന്, 12 പേർക്ക്, പിന്നെ എമ്മവസി പോയവർക്ക് കടൽക്കരയിൽ വെച്ച് ബദാനി വെച്ച് മുറി അടച്ചിട്ടപ്പോൾ ഇങ്ങനെല്ലാം വെളിപ്പെട്ട് പ്രത്യക്ഷപ്പെട്ട് 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച്. ഒടുവിൽ യാക്കോവിനും പ്രത്യക്ഷപ്പെട്ടു. 15:3 മുതൽ വായിച്ചു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15:3 മുതൽ. യോഹന്നാൻ തപ്പരുത്.
ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ആ. തിരുവഴുത്തിൻ പ്രകാരം മരിച്ചു ആ. അടക്കപ്പെട്ടു. ആ. തിരുവഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി. അടുത്തത് എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ ആ. നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. ആ. അനന്തരം അവൻ 500-ലധികം 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്ന് വരെ ജീവനോടെ ഇരിക്കുന്നു. അടുത്തത് ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. ആ. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. പിന്നെ എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജപോലുള്ള എനിക്കും പ്രത്യക്ഷം. ഇത് പൗലോസ് തെളിയിക്കുക. അപ്പൊ ശ്രദ്ധിച്ചേ, ഇതെല്ലാം നിങ്ങൾക്ക് അറിവുള്ള വാക്യമാണ്. ഒരു വീട്ടിൽ ജീവിച്ചത് കൊണ്ട് ആദ്യം യേശുവിനെ വിശ്വസിച്ചില്ല ദൈവമാണെന്ന്. മരിക്കുമ്പോഴും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് കുരിശന്റെ ചുവട്ടിൽ യാക്കോബും യോസയും യൂദയും ശിമോനും വന്നതായിട്ടില്ല, പേരില്ല. പക്ഷെ യോഹന്നാൻ അന്നേരം ഉണ്ടായിരുന്നു. യോഹന്നാന് വിശ്വാസമുണ്ട്. കാരണം പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത് പുള്ളിയുടെ കല്യാണമാണ്. അന്നേ വിശ്വാസമായി. പക്ഷെ ഇവർക്ക് വിശ്വാസം വന്നില്ല. പക്ഷെ മരിച്ചു അടക്കപ്പെട്ട് അവിടുന്ന് ഉയർത്തു കഴിഞ്ഞ് പ്രത്യക്ഷപ്പെട്ട് യാക്കോവിനും പ്രത്യക്ഷപ്പെട്ടു. ഒരു കാര്യം പറയാനാണ് ഞാനിത് കൊണ്ടുവരുന്നത്. യാക്കോബിന് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ, എൻ്റെ ഭാഷയാകട്ടോ, കളി മാറി. യാക്കോബ് വന്ന് സഹോദരന്മാരോട് പറഞ്ഞു, നമ്മൾ ഉദ്ദേശിച്ച ആളല്ലെന്ന് പറഞ്ഞു. അല്ല, നമ്മൾ ചിന്തിച്ച ആളല്ല, അവിടുന്ന് ദൈവമാണെന്ന് പറഞ്ഞു. സ്തോത്രം. മേദ്യനുയായികൾക്കും പ്രത്യക്ഷമായി പ്രിയ ദിനമോദി. മേദ്യനുയായികൾക്കും പ്രത്യക്ഷമായി പ്രിയ ദിനമോദി. ഉയർത്തെഴുന്നേറ്റൊരു വാർത്ത മത്സോദര വൃന്ദ കൊണ്ടറിയിക്കുവി. സ്വർലോകരാജൻ 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 സ്വർലോകരാജൻ. അപ്പൊ ശ്രദ്ധിക്കുക, യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടപ്പോ കളി മാറി. യാക്കോബ് സഹോദരന്മാരോട് പറഞ്ഞു, നമ്മൾ ഉദ്ദേശിച്ച് അഭിപ്രായം പറഞ്ഞ ആളല്ല, അവിടുന്ന് ദൈവമാ. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. ഇനി വേറെ കാര്യം പറയാനാ. യേശു ക്രിസ്തു യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടപ്പം, എൻ്റെ ഭാഷയാ, മനോഭാവം മാറി. എനിക്ക് നിങ്ങൾക്കും ഒക്കെ ഒത്തിരി മനോഭാവങ്ങളുണ്ട്. ചിലർക്ക് കൈ കൊടുക്കുകയില്ല, ചിലരോട് അടുക്കുകയില്ല, ചിലരോട് മിണ്ടുകയില്ല, ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ പോകത്തില്ല. നിങ്ങളെന്നെ ഇങ്ങനെ നോക്കുവൊന്നും വേണ്ട, ഞാനങ്ങ് പൊക്കോളാം. ഉണ്ടല്ലോ എല്ലാവരും അല്ല കേട്ടോ. ഞാനൊരിക്കൽ സംസാരിച്ച് ചോദിച്ചു, അവര് നിങ്ങളുടെ സഭയിലാണോ? ആ, ഞങ്ങളുടെ സഭയില. മറ്റേതാന്ന് ഞാൻ ചോദിച്ചേ, എങ്ങനെ? അവര് പറഞ്ഞ ഭാഷ അതുപോലെ പറയാ. ഞാനല്ല, അവര് പറഞ്ഞതാ. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നേ ഉള്ളു. പറഞ്ഞതാ മരക്കാന്മാരാന്ന്. നമ്മുടെ ആൾക്കാർ സിറിയന. ചാന് മനസ്സിലായി കാണുമല്ലോ. ആ, ചാന് മനസ്സിലായെങ്കിൽ എല്ലാവർക്കും മനസ്സിലായി. കുറ്റമല്ലീ പറഞ്ഞത്, മനോഭാവമാണ്. എന്റെ പ്രിയരെ, കൈയടിക്കുന്നത് നല്ലതാ, പാടുന്നത് നല്ലതാ, പ്രസംഗം നല്ലതാ, പ്രബന്ധം നല്ലതാ, ക്ലാസ് നല്ലതാ, എല്ലാം നല്ലതാ. പ്രവചനമൊക്കെ നല്ലതാ. വണ്ടി നമ്പർ വരാ പറയുന്നേ, ആയിക്കോട്ടെ. അങ്ങനെയും വണ്ടി നമ്പർ കാണാതെ അറിയാമല്ലോ. മിക്കവരും മറന്നിരിക്കുക.
പക്ഷെ നമ്മുടെ മനോഭാവം ഒന്ന് മാറുന്ന നല്ലതാ. യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു, മനോഭാവം മാറി. അതിനൊരു തെളിവ് പരിചയപ്പെടുത്തിയത് എങ്ങനെ? ഒന്നുകൂടെ വായിച്ചേ സിസ്റ്ററെ. ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും ദാസൻ, യേശു ക്രിസ്തുവിന്റെ ദാസൻ. ഞാനോ നിങ്ങളോ വല്ലതും ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ മനോഭാവം നമ്മളെ പരിചയപ്പെടുത്തുന്നത്? എങ്ങനാച്ചാ? അത്രേ ഉള്ളൂ. എൻ്റെ ചേട്ടനാകുന്ന യേശുവിൻ്റെ ഞാനാന്നേ ഇങ്ങനെ എഴുതുള്ളൂ. അച്ഛൻ അങ്ങനെ എഴുതിക്കൂ. ഞാൻ എഴുതുന്ന ഇങ്ങനെ ദൈവത്തിൻ്റെ അനിയനാകുന്ന യാക്കോബ്. കാരണം യേശു ദൈവമല്ലേ? അല്ലേ? അതെ. അപ്പൊ കുറച്ചുകൂടെ ക്രെഡിറ്റ് എങ്ങനാ? ദൈവത്തിൻ്റെ പക്ഷെ എഴുതിയല്ല യേശു ക്രിസ്തുവിന്റെ ദാസൻ. ദാസൻ എന്ന് ഉദ്ദേശിച്ചത് സാധാരണ സെർവന്റ് എന്നല്ല, അടിമ. അതാ അടിമ. സെർവന്റിന് ശമ്പളം ഉണ്ട് കേട്ടോ. സെർവന്റിന് ഡ്യൂട്ടി ടൈം ഉണ്ട്. 8 മുതൽ ഉദാഹരണമാണ് 6 വരെ അല്ലെ 5 വരെ ടൈമുണ്ട്. മാസ ശമ്പളമുണ്ട്, എക്സ്ട്രാ അവധിയും കൊടുക്കും. അടിമയ്ക്ക് അങ്ങനെ ഇല്ല. അടിമയ്ക്ക് ശമ്പളമൊന്നുമില്ല. ഞാൻ നിങ്ങൾ യേശുവിൻ്റെ അടിമയാ. സെർവന്റിന് ആ പറയുന്ന ടൈമിൽ ജോലി ചെയ്താൽ മതി, പിന്നെ വീട്ടിൽ പോകാം. അടിമ അങ്ങനല്ല. അടിമ എപ്പോഴും യജമാനനെ ശ്രദ്ധിച്ചാ നിൽക്കുന്നത്. ചില അടിമകൾക്ക് അറിയാം യജമാനൻ പറയണ്ട, യജമാനന്റെ നോട്ടം കാണുമ്പോൾ അറിയാം ഇന്നതാന്ന്, അന്നേരം എത്തിക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? യജമാനൻ നോക്കുമ്പോൾ അറിയാം വെള്ളത്തിനാന്ന്, അന്നേരം വെള്ളം കൊണ്ട് കൊടുക്കും. ഈ നിങ്ങൾ പേപ്പർ വായിച്ചതാ, നമ്മുടെ അടുത്ത കാലത്താണല്ലോ നാട് നീങ്ങിയ രാജ്ഞി ബ്രിട്ടനിലെ എലിസബത്ത്, ഇല്ലയോ? തെറ്റിയോ? അപ്പം ഞാനത് വായിച്ചു. അപ്പം പുള്ളിക്കാരി കയ്യിൽ ബാഗ് പിടിച്ചിട്ടുണ്ട്. ബാഗ് എപ്പോഴും അത് ഓരോ പ്രാവശ്യവും പിടിക്കുമ്പോൾ അവർക്കറിയാം ഇന്ന കാര്യത്തിനായി ഇപ്പം മിണ്ടുകയല്ല. ബാഗ് താത്തു വെക്കുമ്പോൾ അറിയാം രാജ്ഞി അവിടെ കുറച്ചു നേരം ഇരിക്കാൻ താല്പര്യപ്പെടുന്നെന്ന്. അന്നേരം ചുമതലപ്പെട്ടവർ വെയിറ്റ് ചെയ്യും. വർത്തമാനം പറയുന്നതിനിടെ രാജ്ഞി ബാഗ് എടുക്കുമ്പം അവർക്ക് മനസ്സിലാകും രാജ്ഞി പോകാനുള്ള ഉടനെ അവർ ക്രമീകരിക്കും. ഈ ബാഗ് ഈ കയ്യിൽ നിന്ന് ഇങ്ങേ കയ്യിലോട്ട് വെക്കുമ്പോൾ അവർക്കറിയാം ഇന്ന കാര്യമാണ്. നിങ്ങൾ വായിച്ചില്ല? നിങ്ങളൊന്നും വായിക്കുന്നില്ലയോ? മനസ്സിലായോ? ഈ കൈ പിടിക്കുന്നതിന് ഉദ്ദേശമുണ്ട്, ഈ കയ്യിലാന്നല്ലോ, അതെല്ലാം അവർക്കറിയാം. കർത്താവ് നോക്കുമ്പോൾ അറിയാം എന്തിനാന്ന്. കർത്താവ് സൂക്ഷിച്ചൊന്ന് നോക്കി, പൊട്ടിക്കരഞ്ഞു. ഒന്നും പറഞ്ഞില്ല, പൊട്ടിക്കരഞ്ഞു. പറഞ്ഞേ തള്ളി പറഞ്ഞ പത്രോസ് അതിരാവിലെ സമയേ. ഏതായാലും രാവിലെ പാടുന്നില്ലല്ലോ, നമുക്ക് ഈ രാത്രിയിലും പാടാം. ഇവിടെ ഡ്യൂട്ടിയും ബത്തപ്പാടും ഉള്ളതുകൊണ്ട് ഒക്കുന്നില്ല. അവിടെ രാത്രിയിലും നമുക്ക് അമേരിക്കയാണെന്ന് ഓർത്ത് പാടാം. പറഞ്ഞേ തള്ളി പറഞ്ഞ പത്രോസ് അതിരാവിലെ സമയേ പെരുത്ത ദുഃഖം നിറഞ്ഞു പുറത്തിറങ്ങി പെരുത്ത ദുഃഖം ഓറി കർത്താവ് നോക്കിയതേ ഉള്ളൂ. നല്ല ഒരു അടിമയ്ക്ക്
യജമാനൻ നോക്കുമ്പോൾ അറിയാം, കണ്ണ് കാണുമ്പോൾ അറിയാം. തന്നെയല്ല, യജമാനന്റെ ഇഷ്ടമേ ചെയ്യൂ. ഒരു പഴയ പാട്ടുണ്ട്, ഒത്തിരി പഴയതല്ലെങ്കിലും വരി ഇതാ: എന്നെന്നും ഞാൻ നിന്നടിമ, എന്നെന്നും. ആട്ടെ, സമയം പോകുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞ ഈ ലേഖനത്തെ പറ്റി തന്നെ പറഞ്ഞു നിൽക്കും. നമുക്കതങ്ങ് വിട്ടേക്കാം. ദൈവത്തിന് മഹത്വം. യാക്കോബ് രക്ഷയ്ക്ക് പ്രാധാന്യം: ആത്മരക്ഷ, പ്രാണരക്ഷ, ദേഹരക്ഷ. ഇനിയും യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്കറിയാം 5 അധ്യായങ്ങളാണ്. ഓരോ അധ്യായത്തിലും പ്രധാനപ്പെട്ട ഓരോ വിഷയങ്ങൾക്ക് ഊന്നൽ കൊടുത്തിട്ടുണ്ട്. ഒത്തിരി വിഷയമുണ്ട്, എങ്കിലും ഊന്നൽ കൊടുത്ത്. 1-ാം അധ്യായം പരീക്ഷ, 2-ാം അധ്യായം പ്രവൃത്തിക്ക് ഊന്നല്, 3-ാം അധ്യായത്തിൽ നാവിന് നിയന്ത്രണം, 4-ാം അധ്യായത്തിൽ ആത്മീയ പോരാട്ടം, 5-ാം അധ്യായത്തിൽ കർത്താവിന്റെ പ്രത്യക്ഷത. ഒന്ന് ക്രമത്താലെ വായിച്ച് 1-12, 2-14, 3-5, 4-7, 5-7 വായിച്ചോ. ക്രമത്താലെ വായിച്ചോ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ. അപ്പൊ 1-ാം അധ്യായത്തിൽ പരീക്ഷയെ സംബന്ധിച്ച. ഇനി 2:14 ആ കണ്ണിക്ക് തുടങ്ങുന്നിടത്ത്: സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവർത്തികളില്ല. അപ്പൊ അവിടെ പ്രവർത്തിക്ക് ഊന്നൽ കൊടുത്തു. 3-5. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ നാവിന് നിയന്ത്രണം. ഇനി വായിച്ച കുറുവാക്യം 4-7 പോരാട്ടമാ. 4-7. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുക, പിശാചിനോട് എതിർത്ത് നിൽക്കുക. ഇനി 5-7. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത. അപ്പൊ ശ്രദ്ധിക്കുക, 5 അധ്യായത്തിലും ഊന്നൽ കൊടുത്ത് പ്രധാനമായിട്ട് 5 കാര്യം. 1-ാം അധ്യായത്തിൽ പരീക്ഷ, 2 പ്രവൃത്തിക്ക് ഊന്നൽ, 3 നാവിന് നിയന്ത്രണം, 4 ആത്മീക പോരാട്ടം, 5 കർത്താവിന്റെ പ്രത്യക്ഷത. അതാണല്ലോ പ്രധാന വിഷയവും. ഈ പങ്കപ്പാടും ആക്ഷേപവും അപമാനവും ഒക്കെ സഹിച്ചു നിൽക്കുന്നത് അവിടുത്തെ പ്രത്യക്ഷതയ്ക്കാണ്. ഈ നിന്നയും ആക്ഷേപവും അപമാനവും പങ്കപ്പാടും ഒക്കെ പീഡകളൊക്കെ സഹിച്ച് അനേകര് ജീവൻ പോലും കൊടുത്തു നിൽക്കുന്നതിൻ്റെ കാര്യം എന്തെന്നറിയാമോ? അവിടുന്ന് വീണ്ടും വരും. അവിടുത്തെ വരവിൽ ആരും കൈവിടപ്പെട്ടു പോകരുത്, എല്ലാവരും ചേർത്ത് കൊള്ളണം. കർത്താവും അതാ പറഞ്ഞേ: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ ഞാൻ പോയി സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ. സ്തോത്രം. സത്യമായനിലും നിത്യപിതാവിലും, സത്യമായനിലും നിത്യപിതാവിലും സത്യമായി വിശ്വസിപ്പി സന്തതവും നിങ്ങൾ. സത്യമായി വിശ്വസിപ്പി സന്തതവും നിങ്ങൾ. ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ, പോയി വരും ഞാൻ, പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും. പോയി വരും ഞാൻ, പോയി വരും ഞാൻ, നിന്റെ
നിന്റെ ചിത്തം കലങ്ങി പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങി പോയി വരും ഞാൻ. നിങ്ങളെ ഈ പാട്ട് കാണിക്കുന്നതിൽ അഭിനന്ദിക്കുന്നു. എവിടെ കിട്ടി പാട്ട്? ഉണ്ടായിരുന്നോ? അയ്യോ, ദൈവം അനുഗ്രഹിക്കട്ടെ. നന്നായി, നന്നായി, വളരെ നന്നായി. ആ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, 5 അധ്യായത്തിലും 5 പ്രധാന വിഷയങ്ങൾ. 1-ാം അധ്യായത്തിൽ പരീക്ഷ. ഒരു കാര്യം പറയാം, ദൈവകുഞ്ഞുങ്ങൾക്ക് പരീക്ഷ ഉണ്ട്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ, അപ്പം പരീക്ഷ സഹിക്കണമെന്നാ. ഒന്നുകൂടെ പറഞ്ഞാൽ പരീക്ഷ എഴുതണം. പരീക്ഷ എഴുതിയാലല്ലയോ അടുത്ത ക്ലാസ്സിലോട്ട്. പണ്ടത്തെ എനിക്ക് വലിയ പഠിത്തമൊന്നുമില്ല, ചില ക്ലാസ്സിലൊക്കെ പോയതാ. അതും കൃത്യമായിട്ടൊന്നും പോയില്ല, വർത്താനം കേൾക്കുമ്പോൾ അറിയാമല്ലോ. അപ്പം എങ്കിലും നല്ല പരിചയമുണ്ട്. എവിടാ വീട്? അപ്പൊ പണ്ട് ഈ പരീക്ഷ സ്കൂളിൽ പഠിക്കുമ്പോഴേ, പാസ്റ്ററുടെയൊക്കെ ചെറുപ്പത്തിൽ, എവിടാ വീട്? ചെന്നിത്തല. 3 പരീക്ഷയാ: ഓണപ്പരീക്ഷ, ക്രിസ്തുമസ് പരീക്ഷ, വലിയ പരീക്ഷ. അങ്ങനെ വലിയ പരീക്ഷ എന്നാ. അപ്പം നന്നായി പഠിക്കുന്ന പിള്ളേരുണ്ട്, ക്ലാസ് മുടക്കാതെ ടീച്ചർമാർ പറഞ്ഞ അനുസരിച്ച് ശ്രദ്ധിച്ച് അന്നുള്ള പോർഷൻ തീർത്ത് ഹോംവർക്ക് ചെയ്ത് എല്ലാം നല്ല കൃത്യമായിട്ട് പഠിക്കുന്ന പിള്ളേരുണ്ട്. അവരുടെ ആഗ്രഹം എന്നാന്നറിയോ? വലിയ പരീക്ഷ വരണമെന്നാ. ആ വലിയ പരീക്ഷ സമയത്ത് ഓടി ചെന്ന് കലണ്ടറിൽ ഇങ്ങനെ വട്ടം ഓരോ ഡേറ്റും എന്നിട്ട് പറയും, മമ്മി വലിയ പരീക്ഷ ഈ ദിവസമാണ്. അവർക്ക് എങ്ങനെയും വലിയ പരീക്ഷ വരണേ. കാരണം പരീക്ഷ കഴിയുമ്പോഴാണ് ഇവർ തെളിഞ്ഞു വരുന്നത്. ഫസ്റ്റ് ക്ലാസ് ഉണ്ടോ, ഡിസ്റ്റിങ്ഷൻ ആണോ, റാങ്ക് ഉണ്ടോ, ലിസ്റ്റിലുണ്ടോ, ഫസ്റ്റ് ആണോ, ഇത് കഴിയുമ്പോഴാണ് തെളിയുന്നത്. പള്ളിക്കൂടത്തിൽ പോകാത്ത നീ എങ്ങനെയാ ഇതറിയുന്നേ? അപ്പം നന്നായി പഠിക്കുന്ന പിള്ളേർക്ക് പരീക്ഷ വരണേ, വിശേഷിച്ച് വലിയ പരീക്ഷ വരണം. ആ സ്കൂളിൽ തന്നെ പള്ളിക്കൂടത്തിൽ കയറാത്തവനും 1-ാം പാഠവും 2-ാം പാഠവും വിറ്റാച്ച് കപ്പലണ്ടി മേടിച്ചു തന്നവനും, സ്കൂള് വിട്ടപ്പം പറങ്കാവിന്റെ കീഴിൽ പോയിരുന്നവനും, പിള്ളേരുമായിട്ട് കബഡി കളിക്കാൻ പോയവനും ഇല്ലേ, ടീച്ചറിന്റെ ഇരട്ടപ്പേര് വിളിച്ചവനും പഠിച്ചില്ല. അവന് പരീക്ഷയുടെ ഡേറ്റ് വരുമ്പോൾ അവൻ്റെ ചിന്ത എന്നാണെന്നറിയോ? ദൈവമേ, പള്ളിക്കൂടം ആരെങ്കിലും കത്തിക്കണേ, ഹെഡ് മാസ്റ്റർ ചത്തു പോണേ, ആ ക്വസ്റ്റ്യൻ പേപ്പർ ആരെങ്കിലും മൂട്ടിച്ചോണ്ട്. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല, ഇവൻ പഠിച്ചിട്ടില്ല. ഇത് തന്നെ ആത്മീകത്തിലും വചനത്തിലും ഉപദേശത്തിലും പ്രമേയത്തിലും ജീവിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവത്തോട് കൂടെ നിൽക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ വിഷയമല്ല. അവർക്ക് പരീക്ഷ വിഷയമല്ല. അവര് പറയും പരീക്ഷ വരട്ടെ. എന്നാൽ വേറൊരു ഗ്രൂപ്പുണ്ട്, ആരാധനയ്ക്കും വരത്തില്ല, വേറെ പുസ്തകം വായിക്കത്തില്ല, അഭിഷേകവും പ്രാപിച്ചില്ല, പാടുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, വഴി വിട്ട് പ്രമാണം വിട്ട് പോയവനല്ല വിഷയം വരുമ്പോ വെപ്രാളമാ. അവൻ ചോദിക്കുന്നത്, പാസ്റ്റേ, ഇത് ചൊല്ലി അടിക്കുന്ന ആരേലും ഉണ്ടോ? കൂടുതൽ കുഞ്ഞുഞ്ഞിനെ കിട്ടുമോ? മരിച്ചുപോയി. ഓ, ഭാര്യാവരത്ത് യോനാച്ചൻ അത് മരിച്ചുപോയി. ഞാനിതൊന്നും അറിഞ്ഞില്ല. ഇവനൊറ്റ യോഗത്തിന് വരുന്നില്ലല്ലോ. കാനലീലാമേ കിട്ടുമോ? വെപ്രാളമാ. തങ്കൂൻ്റെ അടുക്ക എങ്ങനെ? താരുവോ? ടിജു? നിങ്ങൾക്ക് ആർക്കും ഒന്നും അറിയാൻ മേല. അവനിങ്ങനെ പരക്കം പാഞ്ഞു നടക്കും. ആരുണ്ട്. പക്ഷേ വചനത്തിലും ഉപദേശത്തിലും പ്രമാണത്തിലും പ്രാർത്ഥനയിലുമൊക്കെ ഉച്ചരിക്കുന്നവർക്ക് പരീക്ഷ വിഷയമല്ല. അവര് പറയും പരീക്ഷ വരട്ടെ, ദൈവത്തിന്റെ മഹത്വം. ഈ പരീക്ഷ കഴിയുമ്പം ഞാൻ ഒന്നുകൂടെ തെളിഞ്ഞിറങ്ങാൻ പോവാ.
ദൈവവേദനയിലെ കഷ്ടതകളും ശോധനകളും പ്രതികൂലങ്ങളും പരീക്ഷകളും വരുമ്പോൾ നിന്നെ ദൈവം മറന്നു കളഞ്ഞിട്ടല്ല, ഉപേക്ഷിച്ചിട്ടല്ല, ത്യജിച്ചിട്ടല്ല, വെറുത്തിട്ടല്ല, നീ ഒന്നുകൂടെ പൊന്നു പോലെ പുറത്തു വരാനാ. ഹല്ലേലൂയ. ഈ വിവിധ പരീക്ഷകൾ വരുമ്പോ പതറരുത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10:13 ഒന്ന് വായിച്ചു. അറിവുള്ള വാക്യമാ എങ്കിലും ഒന്ന് വായിച്ചു. മക്കളെ, നിങ്ങൾ ഇങ്ങോട്ട് ഇച്ചിരി നീങ്ങിയിരിക്കാമോ? മോളിഞ്ഞു വാ, ഇവിടോട്ടിരിക്കും. ഇഞ്ഞു വാ മോളിഞ്ഞു. മക്കൾ ഇങ്ങോട്ട് നീങ്ങി. എനിക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങാനാ. ഇങ്ങോട്ട് നീങ്ങിയിരിക്കും മോനെ. മോളെ, നീ ഇങ്ങോട്ട് നീങ്ങിയിരിക്കും. ഓ, അവക്ക് വയ്യ. അങ്ങോട്ട് നീ. വായിച്ചേ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരത്തില്ല. നിനക്ക് വഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരികയില്ല. ഇന്ന് രാത്രിയിൽ വിവിധ വിഷയങ്ങളിൽ, പരീക്ഷകളിൽ ഭാരത്തോടെ, ഞരക്കത്തോടെ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ദൈവ പൈതലേ, നിനക്ക് വഹിക്കാൻ പറ്റാത്തതൊന്നും നിന്റെ ദൈവം നിനക്ക് തരികയില്ല. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. വൈരേ, ദൈവം വിശ്വസ്തൻ. നിന്റെ ദൈവം വിശ്വസ്തനാ. നിന്നെ ഉപേക്ഷിക്കത്തില്ല, അനാഥയായിട്ട് വിടത്തില്ല, അനാഥനായിട്ട് വിടത്തില്ല, വഴിയിലിട്ട് വെച്ച് പോകത്തില്ല. നിനക്ക് വേണ്ടി ചോര തന്ന, നിനക്ക് വേണ്ടി രക്തം ചിന്തി നിന്നെ വീണ്ടെടുത്ത നിന്റെ ദൈവം വിശ്വസ്തൻ. ദൈവം വിശ്വസ്തൻ. അടുത്തത്, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് ദൈവം പോക്കുവഴി ഉണ്ടാക്കി തരും. നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരികയല്ല. ഞാനെപ്പോഴും പറയാം, ചില സഹോദരിമാർ പറയും, എൻ്റെ മേരിക്കുട്ടി, ഞാനായതുകൊണ്ടാണ് ഇതെല്ലാം സഹിച്ചിങ്ങനെ ഒരു അവാർഡ് തരാം. അല്പം കൂടെ സാമർഥ്യമുള്ളവർ പറഞ്ഞ്, എൻ്റെ അമ്മാമ്മയെ, ഞാനായതുകൊണ്ടാണ് ഇതെല്ലാം സഹിച്ച ഇങ്ങേരുടെ കൂടെ. എന്നാലും വണ്ടിയുടെ പുറകെ വെച്ച് ഉരുട്ടിയിടാതെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. കയറിയിരിക്കടി, വളമുണ്ട്, മുറുക്കെ പിടിച്ചോണം. എന്ത് മര്യാദക്കാണ് നമ്മൾ ഇടപെടുന്നത്? നിങ്ങളൊരു സ്തോത്രം പറ, ചുമ്മായിരിക്കാതെ. എന്ത് മാന്യമായിട്ടാണ് ഇടപെടുന്നത്. ഈ ചള്ളും പള്ളും എല്ലാം കേട്ടാലും ഇല്ലേ, ഒരു സ്തോത്രം പറ. നിങ്ങളല്ല, നിങ്ങൾക്ക് ഞാൻ വേറെ തരാം. ഇവരോടാ പറഞ്ഞത്. നമ്മളെ ഈ ചള്ളും പള്ളും എല്ലാം പറഞ്ഞാലും കൊണ്ട് നടക്കുകയല്ലേ, ഇല്ലേ? പറ. പിന്നെ എന്ത് മാന്യമായിട്ടാണ് ഇടപെടുന്നത്? അപ്പൊ അവർക്ക് അങ്ങ് സങ്കടമായി. ഇനി നിങ്ങൾക്ക് സ്തോത്രം പറയാൻ തരാം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഇതെല്ലാം സഹിപ്പാനും വഹിപ്പാനും ക്രമീകരിക്കാനുള്ള കഴിവും വൈഭവവും തന്മയത്വവും ശേഷിയും പ്രാപ്തിയും പരിജ്ഞാനവും വിവേകവും നിനക്കുണ്ടെന്ന് ദൈവം തമ്പുരാന് നിന്നെപ്പറ്റി നല്ല ബോധ്യമുള്ളത് കൊണ്ടാ ഇതിനെ നിന്റെ കയ്യിൽ തന്നെ കൊണ്ട് തന്നത്. ഇല്ല, കൂടത്തായുടെ കയ്യിൽ കൊടുത്തിരുന്നാലോ? അവിടെ കയ്യിലാ കൊടുത്തിരുന്നെങ്കിൽ പറഞ്ഞോട്ട് നോക്കി, എന്ത് എഴുതാനും? നീ സ്തോത്രം പറ. കൂടത്തായിയെ കയ്യിൽ നീ ചെന്ന് പെടാതെ, ദൈവമേ എൻ്റെ ഇവളെ തന്നെ തന്നതിനായി സ്തോത്രം പറ. ഇല്ല, ജ്യൂസ് കുടിച്ചതിൻ്റെ ഊപ്പാട് വന്നേനും. നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരത്തില്ലെന്ന് ഒരു വാക്യം തെളിവിനൊരു വാക്യം വായിക്കേ. 28:27 യെശയ്യാവ് ഒന്ന് വായിച്ചേ. 28:27 ഒന്ന് വായിച്ചേ. അറിവുള്ള വാക്യമാ, വായിരേ. കീറരുത്, പറാളം കയറി. വായിരേ. കരിഞ്ജീരകം മെതിവണ്ടി കൊണ്ട് മെതിക്കത്തില്ല. പിന്നെ ജീരകത്തിന്റെ മേൽ വണ്ടിയുടെ ചക്രം ഉരുട്ടത്തുമില്ല. പിന്നെ കരിഞ്ജീരകം വടികൊണ്ടും ജീരകം കോലുകൊണ്ടും തല്ലിയെടുക്കുകയത്രേ ചെയ്യുന്നു. അടുത്ത വാക്യവും കൂടെ. മെതിക്കയിൽ ധാന്യം ചതച്ച് കളയാറുണ്ടോ? ധാന്യം വല്ലോം ചതച്ച് കളയുവോ? ഇല്ല, കളയത്തില്ല. അടുത്തത്, അവൻ അതിനെ എല്ലായ്പ്പോഴും മെതിക്കുകയും വണ്ടിയുടെ ചക്രത്തെയും കുതിരകളെയും അതിന്മേൽ തെളിയിക്കുകയും ചെയ്യുകയില്ല. ഉറപ്പിച്ചു. സ്തോത്രം. ജീരകവും കരിഞ്ജീരകവും വടികൊണ്ടും കോലുകൊണ്ടും തല്ലിയെടുക്കത്തേ ഉള്ളൂ. അതിന്റെ മണ്ടയ്ക്കൂടെ ദൈവം
വണ്ടിച്ചക്രം കയറ്റുകയല്ല. നിനക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരികയല്ല. പിന്നെ വടികൊണ്ടൊക്കെ അടിക്കും, ഉള്ള ജീരകം ഇഞ്ഞ് കിട്ടണ്ടേ. ആ കരിജീരകം കഴിയുമ്പോൾ ചെറിയ അടി, ബാലശിക്ഷ കിട്ടുമ്പോൾ സ്വോത്രം ചെയ്തോണം. കാരണം നീ മകനാ. അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടുണ്ടു? സ്തോത്രം. പക്ഷെ ചതച്ച് കളയത്തില്ല കേട്ടോ. നീ അരഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു പഴയ പാട്ടല്ലോ, ഒടിക്കുകയില്ല അവനേറ്റം ചതഞ്ഞോട കെട്ടുത്തുകില്ല അവൻ തീര് പൂക പാമ്പിക്കുകിലും ഒടിക്കുകയില്ല അവനേറ്റം. ചേർന്ന് പാട്. കെട്ടുത്തുകില്ല അവൻ തീര് പൂക ഓ നടത്തും തൻ വിധിജയം. ഓ നടത്തും തൻ വിധിജയം ലഭിക്കും നാൾ. ഓ തളരാതെയവൻ ഭൂമിൽ സ്ഥാപിക്കും ന്യായം. തളരാതെയവൻ ഭൂമിൽ കാണുന്നു ഞാൻ എനിക്കാശ്രയമായൊരു ശാശ്വത കാണുന്നു. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. എന്റെ പ്രിയരെ, നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരത്തില്ല. അതുകൊണ്ട് ചില പരീക്ഷകളും ശോധനകളും ഒക്കെ വരുമ്പോൾ ക്ഷീണിക്കരുത്, മടുത്തു പോകരുത്. നിന്നെ ഒന്നുകൂടെ തെളിച്ച് ദൈവം ഇറക്കാൻ പോവുക. പൊന്നുപോലെ നിന്നെ ശുദ്ധീകരിച്ച് തെളിച്ച് ദൈവം ഇറക്കുക. ഞാൻ ജീവിതാനുഭവത്തിന്റെ വെളിച്ചത്തിലും കൂടെ ചിലത് പറയുന്നത്. ചില ശോധനകളും പ്രതികൂലങ്ങളും ഒക്കെ വരുമൊന്നും മിണ്ടരുത്. താന്നിരുന്ന് പ്രാർത്ഥിക്കണം. മുട്ടയിലിരുന്ന് കഴിയുമ്പോൾ നിന്നെ ഒന്നുകൂടെ പൊന്നുപോലെ ദൈവം പുറത്തോട്ടിറക്കും. പ്രൈസ് ദി ലോർഡ്. നിന്നെ നന്നായിട്ട് ദൈവം ഒന്നുകൂടെ രൂപപ്പെടുത്തിയെടുത്ത് വെളിയിലിറക്കുമെന്ന്. അതുകൊണ്ട് പരീക്ഷയോടുകൂടെ പോക്ക് വഴി ഉണ്ടാക്കി തരും. യേശുവിനെ പിശാച് പരീക്ഷിച്ചു. യേശുവിനെ മത്തായി വായിക്കുന്ന 40 കഴിഞ്ഞപ്പോൾ പരീക്ഷകൻ വന്നെന്നാ. മത്തായി അങ്ങനെ എഴുതിയ 40 ദിവസം കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ, അങ്ങനല്ലേ മത്തായി 4 വായിച്ചേ, പെട്ടെന്ന് വായിര്. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അടുത്തത് അപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്ന മത്തായി. പക്ഷെ ലൂക്കോസ് എഴുതിയിരിക്കുന്നത് 40 കഴിഞ്ഞപ്പോഴല്ല, 40 ദിവസവും പരീക്ഷിച്ചെന്ന. ലൂക്കോസ് 4:1-2 വായിച്ചേ പെട്ടെന്ന്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ട് 40 ദിവസവും പരീക്ഷിച്ചെന്ന. മത്തായി എഴുതിയേക്കുന്ന 40 കഴിഞ്ഞപ്പോൾ പരീക്ഷകൻ വന്നു. പക്ഷെ ലൂക്കോസ് നന്നായിട്ട് ചരിത്രം പഠിച്ച ആളാണ്, എല്ലാം വിശദമായിട്ട് പഠിച്ചത് കൊണ്ടല്ലേ ലൂക്കോസ് 1:1 അപ്പോസ്തല പ്രവൃത്തിയൊക്കെ ചേർത്ത് പഠിച്ചാൽ ശ്രീമാനായ തെയോഫിലോസെ ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന് ചൂഷകന്മാരുമായവർ നമ്മെ പരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ലഭിച്ച വാർത്തകളുടെ നിശ്ചയം എന്തെന്ന് അറിയേണ്ടതിന് വായിച്ചേ, പെട്ടെന്ന് വായിര്. വായിക്കൊന്ന്. ശ്രീ എന്ന് പറയല്ലേ, ശ്രീമാനായ. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം അത് അപ്പോസ്തല പ്രവൃത്തി ആയിരിക്കും വായിച്ചത്. എന്നാലും തരക്കേടില്ല, കരവസ്ഥല്ലേ. ലൂക്കോസ് 1:1. ശ്രീമാനായ തെയോഫിലോസെ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത്. ലൂക്കോസ് ക്രമത്തിലാണ് എഴുതിയേക്കുന്നത്, നല്ല ഓർഡറില്ല. ചരിത്രം പഠിച്ചേച്ചാ വളരെ കൃത്യം. അപ്പൊ കൃത്യവുമായി ചരിത്രവുമായി അത് ഓർഡറിൽ കൊണ്ടുവന്നത് കൊണ്ട് ലൂക്കോസ് പറഞ്ഞ കാര്യം കുറച്ചുകൂടെ ക്ലിയറാ. മത്തായി പറഞ്ഞത് 40 കഴിഞ്ഞപ്പം പരീക്ഷകൻ അടുത്ത് വന്നു. പക്ഷെ ലൂക്കോസ് പറഞ്ഞ 40 ദിവസവും. ഇനി അതെന്തോ ഈ 40 ദിവസം എന്തോ പരീക്ഷയാ? 40 ദിവസം അതെന്തോ ആണെന്ന് വിശദീകരിച്ചിട്ടില്ലെങ്കിലും ഒരു പ്രയോഗമുണ്ട് ബൈബിളില്. മർക്കോസ് 1:12 എടുത്തേ.
അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. 40 ദിവസം മരുഭൂമിയിൽ 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടെ മതി കാട്ടുമൃഗങ്ങൾ. മത്തായി എടുത്തിരിക്കുന്ന 40 കഴിഞ്ഞപ്പോ പരീക്ഷകൻ വന്നു. ലൂക്കോസ് പറഞ്ഞ 40 കഴിഞ്ഞപ്പോഴല്ല, 40 ദിവസവും പരീക്ഷ. അതെന്തോ പരീക്ഷയാന്ന് മർക്കോസ് സൂചന നൽകി. 40 ദിവസവും കാട്ടുമൃഗങ്ങളോട് കൂടെ. അപ്പൊ ചിലർ ചിന്തിക്കും, ആന, കരടി, പുലി, കടുവ, കാട്ടുപോത്ത്, കരിമ്പുലി, ഇതുമൊക്കെ ആയിട്ടായിരുന്നോ യേശുക്രിസ്തു ഫാസ്റ്റിംഗ് പ്രയർ? ചിലർക്ക് ചിന്ത വരും. കാരണം കാട്ടുമൃഗങ്ങളോട്, അവിടെ കാട്ടുമൃഗങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് മൃഗീയമായ പല വിഷയങ്ങളായി 40 ദിവസവും അഭിമുഖീകരിച്ചത്. മൃഗീയമായ അങ്ങനെ ഈ മൃഗത്തിന്റെ സ്വഭാവമുള്ള ആൾക്കാരുണ്ട്, അല്ലേ? ഉണ്ട്. അങ്ങനെ പേരുമുണ്ട് ചിലർക്ക്. ഒന്നിപ്പോൾ ഞാൻ പൊതുവെ പറയുന്നില്ല. ഉണ്ട്. എന്തിനാ പൊതുവെ പറഞ്ഞ ഒരു അലോഗ്യം ഉണ്ടാക്കുന്ന? വേറെ പുസ്തകത്തിലുണ്ടല്ലോ, ഇല്ലേ? 49:8 ഉൽപ്പത്തി. ആയിരം പെട്ടെന്ന് വായിക്കുക, എല്ലാവരും കേൾക്കും. ഉറക്കെ വായിക്കേ. യഹൂദ അതെങ്ങനാ? പുറകിലാന്നല്ലോ പോയിരിക്കുന്നത്, പിന്നെങ്ങനാ? എന്നാലും അവിടെ ഇരുന്ന് വായിക്കുന്നല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. യഹൂദ ഒരു ബാലസിംഹം എന്താ പറയുക, സിംഹതുല്യം. യഹൂദയെ ബാലസിംഹത്തോട് 17 ദാൻ വഴിയിലൊരു പാമ്പ്. അപ്പൊ ചോദിക്കും, പാമ്പ് മൃഗമാണോ എന്ന്? 3:1 ഉൽപ്പത്തി. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. ഒന്നുകൂടെ വായിച്ചോ. യഹോവയായ ദൈവം ഉണ്ടാക്കിയ സകല കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കാട്ടുജന്തുക്കൾ മൃഗീയ സ്വഭാവമാണ്. പാമ്പ് 20 ഉൽപ്പത്തി 49. ആശേരോ അവന്റെ ആഹാരം. 21 വായിച്ചോ. നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ. നഫ്താലി തുലനപ്പെടുത്തുക. 27 ആണ്ട്. ബെന്യാമീൻ കടിച്ചു കീറുന്ന. ഇതെല്ലാം സ്വഭാവത്തെ കുറിക്കുന്നതാ. സിംഹം പതുങ്ങി കിടക്കുക, ചാടി വീഴും. പാമ്പ് വഴിയിലിരിക്കുക, അവസരം വരുമ്പം കൊത്തും. പേടമാൻ ഫാഷനാ, സഭയ്ക്കകത്തുമുണ്ട്. സൺഡേ വരുമ്പം നാട്ടിൽ പോയി ഡ്രസ്സൊക്കെ എടുത്ത് അതിൽ പ്രദർശിപ്പിച്ച് അപ്പം ആൾക്കാർ ചോദിക്കണം, ഇത് ഇവിടെ നിന്ന് എടുത്തതാ, കരിക്കിനെ തിന്നു. ഓ, ഇത് ഇവിടെ നിന്ന് എടുത്തേ, ഇത് ആലുക്കാസ്. റിയലി? ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, തെറ്റിയോ മോനെ? ഒന്ന് പ്രദർശിപ്പിക്കാനേ. മൃഗീയമായ വിഷയങ്ങളാ. അപ്പൊ ഈ 40 ദിവസവും മൃഗീയമായ വിഷയങ്ങൾ യേശു അതുമായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. എന്റെയും നിന്റെയും ജീവിതത്തിൽ ഇങ്ങനെ വിഷയങ്ങൾ വരും. പക്ഷെ തളർന്നു പോകരുത്. അതിനെ ജയിക്കണം. ജയിക്കാൻ ദൈവം കൃപ തരും. 41 നാൾ ഉപവസിച്ചിടവേ നീ താൽപര്യത്തോടടുത്ത് വൈരിയായോ. 41 നാൾ ഉപവസിച്ചിടവേ നീ താൽപര്യത്തോടടുത്ത് വൈരിയായോ. കടുത്തു വൈരിയായോ. ഉത്തമ പ്രലോഭനത്തിനൊട്ടുമേ വഴിപ്പെടാതെ നിത്യജാല
മലക്കോര വൈദിയെ തോൽപ്പിച്ചൊരു സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെയുത്തരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയെ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. ദുഷ്കൃതമംബിഷബാധ നീക്കുവാനായി തക്കയാഗമായി മരിച്ചു കുരിശിൽ. ദുഷ്കൃതമംബിഷബാധ നീക്കുവാനായി തക്കയാഗമായി മരിച്ചു കുരിശിൽ. കഠിന പാപിയുടെ അക്രമത്തിനുള്ള ശിക്ഷ നിഷ്കളങ്ക നീ വഹിച്ചതാ. കഠിന പാപിയുടെ അക്രമത്തിനുള്ള ശിക്ഷ നിഷ്കളങ്ക നീ വഹിച്ചതാ. അമ്മിക്കുന്നേ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. രാജപാത്രമായ ലോകം ആകെയുത്തരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയെ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, ഈ പരീക്ഷകളെ യേശു ജയിച്ചു. നമ്മളും ജയിക്കുവാൻ അവിടുന്ന് കൃപ നൽകും. യേശു ജയിച്ചു. യേശുവിന്റെ വിശേഷത ജയിച്ചവനാണല്ലോ, ജയിച്ചവനാ. വെളിപ്പാട് 3:21 വായിച്ചേ. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ജയിക്കുന്നവർക്കാ. അടുത്തത് ഞാനും ജയിച്ചു. മതി, ഞാനും ജയിച്ചു. ഞാനും നിങ്ങൾ ആരാധിക്കുന്ന യേശു ജയിച്ചവനാ. ഈ ആയുസിലെ ഏറ്റവും വലിയ ഭാഗ്യം ജയിച്ചവനെ സേവിക്കാനിടയായി, ജയിച്ചവനെ ആരാധിപ്പാനിടയായി, ജയിച്ചവനെ രക്ഷിതാവായി സ്വീകരിച്ചു, ജയിച്ചവനെ അനുഗമിക്കാനിടയായി, ജയിച്ചവനെ സേവിക്കുവാനിടയായി. അതാ ഏറ്റവും വലിയ ഭാഗ്യം. എല്ലാത്തിനെയും ജയിച്ചവൻ, എല്ലാവരെയും ജയിച്ചവൻ ഒരുവനേ ഉള്ളൂ. നസറേന പോകാറായി, സമയമായോ? 9 പറഞ്ഞു. ഇപ്പം ഞാൻ നിർത്താം. അപ്പൊ ശ്രദ്ധിച്ചേ, ജയിച്ച ഒരുവനേ ഉള്ളൂ, നസറേയനാകുന്ന യേശു. ഇന്ന് രാത്രി ദൈവപൈതലേ നിനക്കും ജയം തരും. ഏത് വിഷയത്തിൽ ഭാരത്തോടെ ഞരക്കത്തോടെ ഇന്ന് രാത്രി വന്നെങ്കിൽ നിരാശപ്പെട്ടു പോകരുത്. യേശു നിനക്ക് ജയം തരും. നീ തകർന്നു പോകാൻ, നശിച്ചു പോകാൻ, മുടിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ പരാജയത്തിന്റെ പടുകുടിയെ മാറ്റിത്തന്ന് ഇന്ന് രാത്രി ജയം തരുവാൻ യേശു വിശ്വസ്തൻ. കർത്താവ് ഈ പരീക്ഷകളെ എല്ലാം ജയിച്ചു, എല്ലാത്തിനെയും ജയിച്ചു. മുതാമകൽ ഉപദേശി പാടിയ ഒരു വരിയുണ്ട്. വരി ഇങ്ങനെ: പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ പരിശുദ്ധ ജീവിതം സാധ്യമല്ല. ജിബ്രാൾട്ടർ പാറമേൽ തട്ടും തീരാ പോലി ചോണി തലത്തിലെ പരീക്ഷകൾ. ജിബ്രാൾട്ടർ പാറ എന്ന് പറയുന്നൊരു പാറയുണ്ട്. തെര വന്നടിക്കുക. തെര പുറകോട്ട് പോകുന്നതല്ലാതെ പാറയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു ദൈവപൈതൽ അങ്ങനെ ആയിരിക്കണം. ഏത് പരീക്ഷയും ജയിക്കുവാൻ ദൈവം കൃപ തരും. ഓടിച്ചങ്ങ് നിർത്താം. വായിച്ച വാക്യത്തോടൊന്ന് കൂറ് പുലർത്തണമല്ലോ. അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ അടുക്കിടക്കായിട്ട് പറഞ്ഞു പോകേണ്ടതാ. എങ്കിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത്രയും സമയം ലഭിക്കുന്നത് തന്നെ വലിയ മഹാഭാഗ്യമാണ്. തന്നെയല്ല, നിങ്ങൾ എന്നെ സഹിച്ചിരിക്കുന്നല്ലോ, അത് അതിലും വലിയ ഭാഗ്യമാണ്. വായിച്ച വാക്യത്തോടൊരു കൂറ് പുലർത്തി ഇവിടെ യാക്കോബ് പറയാ, ആകയാൽ നിങ്ങൾ ദൈവത്തിന്
പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എതിർത്ത് നിന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എതിർത്ത് നിന്നില്ലെങ്കിലോ? കൂടെ താമസിക്കും. എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട്. എതിർത്ത് നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ചെറിയ തെളിവ്. ചരിത്രം അറിയാവുന്നതുകൊണ്ട് ഒന്നും വിവരിക്കുന്നില്ല. 7 താഴ്വരയിൽ ഒരു യുദ്ധമില്ല, യുദ്ധമെന്ന് പേരേ ഉള്ളൂ, യുദ്ധമൊന്നും. ബാനറിൽ കെട്ടിയിട്ടുണ്ട് യുദ്ധം. 7 താഴ്വരയില് 40 days. ബാനറിലുള്ള ഒരൊറ്റ യുദ്ധം ചെയ്യുന്നില്ല. സമയാമം ഗോലിയാത്തെന്ന് പറഞ്ഞ് എടുപ്പമുള്ള ഒരുത്തം. അവനെ കാണുമ്പോൾ തന്നെ ഇവന്മാരുടെ വായിച്ചേ 17:4 ഇവന്റെ പ്രകൃതി. അവനെ കാണുമ്പോൾ തന്നെ അകവാള് വിട്ടുക. പിന്നെങ്ങനെ യുദ്ധം ചെയ്യുന്നത്? 17:4 ഏത് 17 ശാമുവേലിന്റെ 1-ാം പുസ്തകം 17:4. പെട്ടെന്ന് വായിര്. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തുനിന്ന് ഗത്തിനായ ഗോലിയാത്ത് എന്നൊരു മല്ലം പുറപ്പെട്ടു വന്നവൻ 6 മുഴോ 1 ജാൻ നെടുപ്പ്, അവന്റെ തലയിൽ വലിയ താമര ശിരസ്ത്രം, അവൻ 5000 ശേക്കൽ തൂക്കമുള്ള താമര കവചം ധരിച്ചു, അവന് കാൽച്ചട്ടിയും ചുമലിൽ താമര കൊണ്ടൊരു വേലുമുണ്ട്, അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പതിരി പോലെ, കുന്തത്തിന്റെ അലക 600 ശേക്കൽ ഇരുമ്പ്, ഒരു പരിചക്കാരൻ അവന്റെ മുൻപിലുമുണ്ട്. ഇതാണ് ഇവന്റെ പ്രകൃതി. 6 മുഴോ 1 ജാണ്, ബ്രഹ്മാണ്ഡം ഒരുത്തൻ. ഇപ്പറേ നിൽക്കുന്നവർക്കെല്ലാം എപ്രാളമാ. ഇവനെ കണ്ടപ്പോൾ തന്നെ അകവാള് വെട്ടിപ്പോയി. അവൻ വലിയ ആചാന ബാഹു. ഏതാണ്ട് നാട്ടിലെ അടിക്കണക്കനുസരിച്ച് 9 അടിക്ക് മേളിൽ പോവും. ഇത് എത്ര അടിയുണ്ട് നിങ്ങൾ കണക്കൊക്കെ? അത്തുണ്ടോ? ഇനി അത് പറഞ്ഞ് അലൗകിയൊന്നും ഉണ്ടാക്കേണ്ടത്. അപ്പൊ അതുപോലെ നെടുപ്പമുള്ള ഒരു തന്നെ അവനിങ്ങനെ നിൽക്കുക. ഇസ്രായേലിലെ എതിർവശത്ത് നിൽക്കുന്നത് ശൗല്, അബ്നേര്, യോനാഥാൻ, ശിമയി, ശമ്മ, ഏലിയാബ്. ഇവരൊക്കെ മറസയിടില്ല, എല്ലാം മിടുക്കന്മാരാ. ശൗലാന്ന് എല്ലാരെക്കാളും ഇഷ്ടം പോലെ കാശ് വല്ലതും വെച്ചാ പ്യായ് പോവും. എൻ്റെ ഈ കാശുണ്ട്, പ്യായ് പറയടാ, ഞാനാ ഇതെല്ലാവർക്കും കൊടുക്കുന്നേ. മിണ്ടുന്നില്ല. അയ്യോ ആണോ? പുള്ളി പറഞ്ഞല്ലോ, വേഗൂട്ടി എന്നെ ഒന്ന് വണങ്ങി നമസ്കരിച്ചാൽ മതി, ഇത് മുഴുവൻ. എൻ്റെ പുള്ളി അടുത്ത വാങ്ങി, എനിക്കിഷ്ടമുള്ളവനെല്ലാം കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ. നിങ്ങളിതൊന്നും വായിച്ചിട്ടില്ലേ? എല്ലാവർക്കും കൊടുക്കുന്ന ഒന്നും ദൈവമല്ല. എല്ലാവർക്കും ദൈവത്തിൽ നിന്ന് വാങ്ങുന്നവരെ കാണുമ്പോൾ അറിയാം, അത് ചെലവാക്കുമ്പോഴും അറിയാം. അവരെ കാണുമ്പോൾ അറിയാം ദൈവത്തിൽ നിന്ന് കിട്ടിയതാണ്. കാശ് കാണിച്ചാലൊന്നും പിശാച് പോവുകയില്ല. ഡിഗ്രി കാണിച്ചത് കൊണ്ടോ കുടുംബശ്രേഷ്ഠത, ഞങ്ങൾ ബെന്യാമീൻ ഗോത്രക്കാരാ. അവൻ പറഞ്ഞു, ഇങ്ങോട്ട് വാ, ഞാൻ കീശിന്റെ മോൻ, കാശുള്ളവനാ, വാ. അപ്പനെയും കൂടെ വിളിച്ചു. ചുരുക്കി പറഞ്ഞ ഇവൻ വെല്ലുവിളിച്ചിട്ട് ഒറ്റ ഒരുത്തൻ ചെല്ലുന്നില്ല. ഇവന്റെ വെല്ലുവിളി 8-ാം വാക്യം വായിച്ചേ, എല്ലാം വിവരിക്കുന്നില്ല. 8 വായിച്ചേ. 8. അവൻ നിന്ന് ഇസ്രായേൽ നിരകളോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ വന്ന് പടയ്ക്ക് അണിനിരക്കുന്നത് ഞാൻ ഫെലിസ്ത്യനെ, നിങ്ങൾ ശൗലിന്റെ സേവകരമല്ലയോ? നിങ്ങൾ ഒരുത്തനെ തെരഞ്ഞെടുത്തുകൊള്ളുവീൻ, അവൻ എന്റെ അടുക്കൽ ഇറങ്ങി വരട്ടെ. അവൻ എന്നോട് അംഗം പൊരുതി എന്നെ കൊല്ലുവാൻ പ്രാപ്തനായാൽ ഞങ്ങളെല്ലാം നിങ്ങൾക്ക് അടിമ. അല്ല, ഞാൻ അവനെ കൊന്നാ നിങ്ങളല്ല അടിമകളായി ഞങ്ങൾ. ഇതാ വെല്ലുവിളി. നിങ്ങൾ എല്ലാവരോടും കിടന്ന് ഈ ബഹളം ഒന്നും ഉണ്ടാക്കണ്ട. ഒരുത്തനെ ഇങ്ങോട്ട് വിട്. നിങ്ങൾ ഒത്തിരി പേരുണ്ടല്ലോ, ഒരാൾ വാ. ഇതാ ഇവന് വെല്ലുവിളി. ഈ വെല്ലുവിളി കേട്ടപ്പം എന്തോ സംഭവിച്ചു. 24-ാം വാക്യം 24. അവനെ കണ്ടപ്പോൾ ഇവന്റെ നിപ്പും നിലപാടും പ്രകൃതിയും പ്രകൃതവും പിന്നെ വെല്ലുവിളിയും ഇവന്റെ എന്തുവാ ഡയലോഗ്, അതാ കണ്ടെന്നുള്ളത്. ഇതെല്ലാം കൂടെ കണ്ടെന്നാ. ഇവന്റെ സംസാരം വലിയ രീതിയാ. മാത്രമല്ല ഇവൻ വെല്ലുവിളിച്ചേച്ച് ഇവന് 5 ദൈവങ്ങളുണ്ട്. ഫെലിസ്ത്യർക്ക് 5 ദൈവങ്ങൾ. 5 ദൈവങ്ങളുടെ നാമം ചൊല്ലും. ഫെലിസ്ത്യർ നാമം ചൊല്ലും. അവൻ നാമം ചൊല്ലുന്ന നമ്മൾ സ്തോത്രം പറയാൻ പോലൊന്നും അല്ല. നമ്മൾ സ്തോത്രം പറഞ്ഞ്
മൂർഖൻ ചീറ്റും പോലെ നമ്മുടെ സ്തോത്രം. അവൻ ഭയങ്കര ശക്തിയോടാ സ്തോത്രം ചൊല്ലുന്നത്, നാമം ചൊല്ലുന്നത്. ഇവന് ദൈവങ്ങളുടെ നാമം ചൊല്ലും. നിങ്ങളാണ്ട 17-ാം അധ്യായത്തിൻ്റെ 43-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗത്ത് തൻ്റെ ദേവന്മാരുടെ എന്നൊരു പദമുണ്ട്. വായിര്, തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി. മതി, ദേവന്മാരുടെ നാമം ചൊല്ലി. ഗോലിയാത്ത് നാമം ചൊല്ലും, നാമം ചൊല്ലും. ഈ നാമം ചൊല്ലുന്നത് എല്ലാരും കേക്കയാ. 8-ാം വാക്യം ഒന്നുകൂടെ വായിര്. അവൻ നിന്ന് ഇസ്രായേൽ നിരകളോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ വന്ന് പടയ്ക്ക് അണിനിരക്കുന്നത്. 11 വായിച്ചോ. 11. ഫെലിസ്ത്യന്റെ ഈ വാക്കുകൾ ശൗലും എല്ലാ ഇസ്രായേലിലും കേട്ടപ്പോൾ അന്ന് ഉച്ചഭാഷണി ഒന്നുമില്ല. അന്ന് ഉച്ചഭാഷണി ഇല്ലാത്ത സമയത്താ എല്ലാരും കേക്ക് നാമം ചൊല്ലിയത്. വല്ലോ മനസ്സിലാകുന്നുണ്ടോ? 5 ദൈവങ്ങളുടെ. ഇനി എപ്പോഴൊക്കെയാ നാമം ചൊല്ലിയത്? 16-ാം വാക്യം വായിച്ചേ. 16. 40 ദിവസം മുടങ്ങാതെ രാവിലെയും. അപ്പൊ ഇങ്ങനെ പഠിക്കണം. ഈ കെടാമുട്ടൻ ഒരുത്തൻ അവന്റെ ദൈവങ്ങളുടെ നാമം ചൊല്ലും. എല്ലാരും കേക്ക ചൊല്ലും. രാവിലെയും ചൊല്ലും, വൈകിട്ടും ചൊല്ലും, 40 ദിവസവും ചൊല്ലും, മുടങ്ങാതെയും ചൊല്ലും. എന്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് അഭിഷാചി കാര്യങ്ങൾ ചെയ്യുന്നേ. അഖിലാണ്ടങ്ങളുടെ ഉടയവനാകുന്ന ദൈവത്തെ ഭജിക്കുന്ന നാം അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ? പഠിക്കണ്ടേ ഇത്? എന്ത് ഓർഡറായിട്ട് അവൻ ചെയ്യുന്നേ? ദൈവങ്ങളുടെ നാമം ചൊല്ലും, 5 ദൈവങ്ങളുടെ നാമം ചൊല്ലും, എല്ലാവരും കേക്ക ചൊല്ലും, രാവിലെ ചൊല്ലും, വൈകിട്ട് ചൊല്ലും, 40 ദിവസം ചൊല്ലും, മുടങ്ങാതെയും ചൊല്ലും. അയ്യോ, പെന്തിക്കോസുകാര് സത്യദൈവത്തെ ഇങ്ങനെ ഒന്ന് ഭജിച്ചിരുന്നേലോ. ദൈവത്തിന്റെ നാമം ചൊല്ലുക, എല്ലാവരും കേക്ക ചൊല്ലുക, രാവിലെ ചൊല്ലുക, വൈകിട്ട് ചൊല്ലുക, മുടങ്ങാതെ ചൊല്ലുക. ഇതാ ഇവന്റെ പ്രകൃതി. വിവരിക്കുന്നില്ല. ഇങ്ങനെ ഇവൻ നാമം ചൊല്ലി വെല്ലുവിളിച്ചപ്പോൾ എന്തോ സംഭവിച്ചു. 24 വായിര്. അവനെ കണ്ടപ്പോൾ ഇസ്രായേലിനൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവന്റെ മുൻപിൽ നിന്ന്, ശ്രദ്ധിച്ചേ, കുറുവാക്യം മറക്കരുത്, എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടുമെന്ന കുറുവാക്യം. ഇവിടെ നേരെ തിരിഞ്ഞു. ഗോലിയാത്ത് പിശാചിന് നടലാ കേട്ടോ. വാക്യങ്ങൾ എടുപ്പിക്കാൻ നേരമില്ല. 6 മുഴം വന്ന 6 മുഴം അങ്ങനല്ലേ എഴുതിയേക്കുന്നേ? ആയിര്. യോ, 6 മുഴം. വേറെ പുസ്തക സംഖ്യാശാസ്ത്ര പ്രകാരം 6 സാത്താന്യ കണക്കാ. 6 ആ ചാണവിടെ നിൽക്കട്ടെ. 6 മുഴം 6 സാത്താന്റെ കണക്കാ. മാനുഷികമാ. പക്ഷെ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ 6 എന്നുള്ളക്കം സാത്താന്യ സംഖ്യ, വേറെ പുസ്തക സംഖ്യ. അതുകൊണ്ടാണ് നമ്മൾ പെന്തിക്കോസുകാർ 6 ദിവസം ഒന്നും ഉപവാസ പ്രാർത്ഥന വെക്കാത്തത്. നമ്മൾ എത്രയാ വെക്കുന്നേ? തുടക്കത്തിലെ 7. 1 തുടങ്ങ്. 1, 3, 7, 40. ഇപ്പൊ 41 അതവിടുത്തെയാ. ഈ 6 സാധാന്യമാണ്. കാരണം ഈ ശപിക്കപ്പെട്ട മിസ്രൈമിന് 6 പിള്ളേരാ. ശപിക്കപ്പെട്ട മിസ്രൈമിന് 10-13 വായിച്ച ഉൽപ്പത്തി 10-13 ഒന്ന് വായിച്ച. മിസ്രൈമോ, പെട്ടെന്ന് മിസ്രൈമോ, ലുദീം, അനാമീം, ലഹാബീം, നഫ്തൂഹീം, പത്രൂസീം. എങ്ങനെയും ഒപ്പിയൊരു സമയം പോകുന്നത്. മിസ്രയീമോ, ലൂദീം, അനാമീൻ, ലഹാബീൻ, നഫ്തൂഹീം, പത്രൂസീം, കത്രൂസീം. 6 പേര്. അപ്പൊ ഈ ശപിക്കപ്പെട്ട മിസ്രയീമിന് 6 പിള്ളേര്.
ഇനി മിസ്രയീമിലെ ഭക്ഷണം 6, 14, 11:4 സംഖ്യ 11:4. മിസ്രയീമിലെ ഭക്ഷണത്തിന്റെ കണക്ക് 6, 11:4. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്രജാതി മുഴുവൻ ദുരാഗ്രഹികളായി ഇസ്രായേൽമക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ആര് ഇറച്ചു തരും? അടുത്തത് ഞങ്ങൾ മിസ്രയീമിൽ വലിച്ചു കുടിക്കുന്നോ? മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തന്നിട്ടുള്ള മത്സ്യം. എന്തുവായി വലിച്ചു കുടിക്കുന്നേ? എന്നാലും വായിച്ചു തരുന്നതിന് ഒത്തിരി അഭിനന്ദനം ഉണ്ട് കേട്ടോ. പേരെന്തുവാ? ബീന. ദൈവം അനുഗ്രഹിക്കട്ടെ. തെറ്റൊക്കെ സംഭവിക്കാം, ഒന്നും കുഴപ്പമൊന്നുമില്ല. എന്നാലും എനിക്ക് വലിയ സഹായമാണ്, വായിച്ചു തരുന്നല്ലോ. നിങ്ങൾ ചിരിക്കുമോ? നമ്മുടെ ഞാൻ വേറെ വാക്യം തരും വായിപ്പിക്കാൻ. വേറെ വാക്യമുണ്ട്. ചിരിക്കുന്നവർക്കെല്ലാം ഞാൻ വേറെ വാക്യം സമയം പോകാലും ദിനവൃത്താന്തത്തിൽ ഞാൻ വാക്യം വായിപ്പിക്കും. ഈ പാവം പിടിച്ച വീണ സഹോദരി വായിച്ചു തരുന്നല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. കാരണം വെളിപ്പാട് 1:3 വായിക്കുന്നത് വായിക്കുന്നവനും വായിച്ചു കേൾപ്പിക്കുന്നവനും ഒക്കെ ഭാഗ്യം ചെയ്തവരാ. വായിച്ചേ. വായിച്ചേ. ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി. 6. ഇപ്പോഴോ മതി. അപ്പൊ മിസ്രയീമിന് 6 പിള്ളേര്, മിസ്രയീമിലെ ഭക്ഷണം 6 സാത്താന്യ കണക്കാ. ഒത്തിരി ഉണ്ട്. അണ്ട് ദാനിയേൽ 3:9 ബിംബം ഉണ്ടാക്കിയപ്പോ എന്തുവാ കണക്ക്? ദാനിയേൽ 3:1 പെട്ടെന്ന് വായിര്. ബിംബത്തിന്റെ കണക്ക് ദാനിയേൽ 3 അറിവുള്ള വാക്യമാ, വായിച്ചു. ആ പൊന്നു കൊണ്ടൊരു ബിംബം ഉണ്ടാക്കി, ഉയരം 60, 6ന്റെ കണക്കാ. അടുത്തത് വണ്ണം 6. കണ്ട എന്ത് കൃത്യമായിട്ട് 6ന്റെ കണക്ക്. ശപിക്കപ്പെട്ട മിസ്രയീമിന് 6 പിള്ളേര്, മിസ്രയീമിലെ ഭക്ഷണം 6, ബിംബത്തിന്റെ ഉയരം 60, 6ന്റെ കണക്ക. വണ്ണം എല്ലാം 6. വെളിപ്പാട് പുസ്തകത്തിൽ സാധാന്യ മുദ്ര എത്രയാ? പെട്ടെന്ന് അമ്മാമ പറ, വേറെ ആരും പറയരുത്, പെട്ടെന്ന് പറ. 663. 6. മറ്റേ 3 അപ്പൊ 6ന്റെ അക്കവും പെരുക്കവും ഒക്കെ സാധാന്യമാണ്. അപ്പൊ 6 മുഴം ഉയരമുള്ള ഇവൻ തനി പിശാച ഗോലിയാത്ത്. യാക്കോബ് പറഞ്ഞത്, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട്. എന്നോട് പറഞ്ഞു 9 നിർത്തണം. ഒരല്പം മുമ്പോട്ട് പോയാലും കുഴപ്പമില്ലെന്ന് എൻ്റെ ചെവിയിലാ പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ ധാരണയിലുണ്ടോ? അതോ എന്നെ വീട്ടിനകത്താകാനാണോ? എങ്കിലും നിർത്തുക. 5 മിനിറ്റ് കൊണ്ട് നിർത്തും. പറഞ്ഞത് കൊണ്ടാ 5. കുഴപ്പമില്ലേ? എന്നോട് പറഞ്ഞാൽ കൃത്യസമയത്ത് നിർത്തും. ചൂടെ പൊക്കോട്ടെന്ന് പറഞ്ഞുകൊണ്ട് 5 കൂടെ എടുക്കുന്നത്. അപ്പൊ 6ന്റെ അക്കവും പരിക്കോ സാധാന്യമാണ്. അത് സാറ് ഒരു 6ാം ദിനത്തിൽ ആത്മപാപം പ്രമാണമാക്കി നേരാൽ ചമച്ചതിന്റെ രൂപം. അതിന്റെ ശേഷം നാരികപാടി ദൈവം പരമവർഗ പൂജിത ഭാഗ്യം വിചിത്തമത ഒരു തോട്ടം ചമച്ചതിന്റെ പൂജിത ദുഃഖമിരുത്തിയവർക്കൊരു പാട്ടം വര ഇതം യോജിതമോ ഇത് കൽപ്പന ശേഷം തനി ഉജിപ്പാനോ അതിന് അറിവി പരമായത് നിഷ്ടം മാറുത്തു കൊന്ന പരമ മരണമെന്നൊരു നിജമില്ല നിന്ന് കരുതണം. പരമൻ തന്നവർ പരമ മരണമെന്നൊരു നിജമില്ല കരുതണം. നിങ്ങളൊന്ന് പരമൻ തന്നവരോട് വെള്ളങ്ങളിൽ നീരിൽ പതിച്ച പരമേശത വെള്ളങ്ങളിൽ നീരിൽ പതിച്ച നിങ്ങൾ പരമ തന്നവർ പരമ
അപ്പൊ ശ്രദ്ധിക്കുക, ഏറെന്നുള്ളക്കം സാധാന്യമാണ്. ഈ സാധാന്യ ശക്തിയാകുന്ന ഗോലിയാത്ത് എതിർത്ത് വന്നപ്പോൾ ഇവര് പുറകോട്ടോടി. അതാ 24 വാക്യം വായിച്ചേ. അവനെ കണ്ടപ്പോൾ അവന്റെ മുമ്പിൽ നിന്ന് ഓടി എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് പുറകോട്ട് ഓടി. പുറകോട്ട് ഓടാൻ കാര്യം എന്നാ? ഓട്ടം അറിയായിരുന്നല്ലേ? പുറകോട്ട് ഓടാൻ കാര്യം വിസ്തരിക്കേണ്ടതാ. ഒറ്റ കാര്യം പറയാം. കാശുണ്ട്, കീശാണ്, ബെന്യാമീൻ ഗോത്രമാ, നെടുപ്പമുണ്ട്, ആളൊക്കെ നല്ല ഫിഗറാ. ഒറ്റ ഒരുത്തൻ്റെ ആയുധമില്ല. ഒരുത്തൻ്റെ കയ്യിലും ആയുധമില്ല. ഇസ്രായേലിൽ പണ്ട് ഫെലിസ്തീന് തന്ത്രം ഉണ്ടാക്കി. ഇസ്രായേലിലെ കൊല്ലനെ എല്ലാം ഫെലിസ്തീൻ ഒതുക്കി. ഇപ്പൊ ഇസ്രായേലിൽ കൊല്ലൻ എന്തുവാ കാണുന്നത്? പാട്ടാണ്. ഇസ്രായേലിൽ കൊല്ലനില്ല. വായിച്ചേ 13:19. ശൗമേൽ 13:19. വേഗത്ത് വായിച്ച് നിർത്താം. ഒരൊറ്റ കൊല്ലനെ കാണാനില്ല. എബ്രായർ വാളോ കുന്തമോ തീർപ്പിക്കരുതെന്ന് ഫെലിസ്തീൻ പറഞ്ഞു. ഇസ്രായേൽ തങ്ങളുടെ കൊടിയോ കലപ്പ മഴവും മമ്മട്ടി എന്നിവ കാച്ചിപ്പാൻ ഫെലിസ്തീന്റെ അടുക്ക ചെല്ലേണ്ടി വന്നു. അടുത്ത വാക്യം. എന്നിവയ്ക്കായി മുടിങ്കോൽ കൂർപ്പിപ്പാനും. അടുത്തത്. ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടെയുള്ള ജനത്തിൽ ഒറ്റയൊരുത്തന്, അതാ പുറകോട്ട് ഓടിയ, ഒറ്റയൊരുത്തൻ്റെ ആയുധമില്ലെന്ന്. നെടുപ്പമൊക്കെ ഉണ്ട്, ആളൊക്കെ മിടുക്കന്മാരാ, ബെന്യാമീൻ ഗോത്രമാ, കടിച്ചു കീറുക, ആയുധമൊന്നുമില്ല. എത്ര പേർക്ക് ആയുധമില്ലാത്ത? ന്യായാധിപന്മാർ 5:6 മുതൽ വായിച്ചേ. ന്യായാധിപന്മാർ 5:6 മുതൽ. കണക്കുണ്ട് എത്ര എണ്ണത്തിന്? അനാത്തിൻ പുത്രനാം ശങ്കരൻ നാളിലും യായേലിൻ കാലത്തും പാതകൾ ശൂന്യമായി. വഴിപോക്കർ വളഞ്ഞ വഴികളിൽ നടന്നു. ദെബോറയായ ഞാൻ എഴുന്നേൽക്കും വരെ ഇസ്രായേലിൽ. വായിച്ചോ എന്റെ ബീനാ സഹോദരി. അനാത്തിൻ പുത്രനാം ശങ്കരൻ നാളിലും യായേലിൻ കാലത്തും പാതകൾ ശൂന്യമായി. വഴിപോക്കർ വളഞ്ഞ വഴികളിൽ കൂടി നടന്നു. ദെബോറ ഞാൻ എഴുന്നേൽക്കും വരെ ഇസ്രായേലി മാതാവായിട്ട് എഴുന്നേൽക്കുന്ന നാൾ വരെ നായകന്മാർ ഇസ്രായേലി അശേഷമില്ല. അവർ നൂതന ദേവന്മാരെ വരിച്ചു. ഗോപുരദ്വാരത്തിൽ യുദ്ധം ഭവിച്ചു. അടുത്തത്. ഇസ്രായേലിന് 40,000 40,000 മധ്യേ പരിചയം കുന്തവും കണ്ടത്. 40,000 എണ്ണത്തിന് ആയുധമില്ല. നമ്മൾ പറയാം മെഗാ ചർച്ച. നേരത്തെ എന്നില്ലേ പാർക്കിങ്, സീറ്റ്, എന്തോ ഗ്രോത്ത്. ആയുധമില്ല. യുദ്ധം മുറുകിയപ്പോൾ ഒറ്റയൊരുത്തന്റെ കയ്യിൽ ആയുധമില്ല. ഉള്ളതാർക്കാ? ആ 13 താഴെ കിടപ്പുണ്ട്. ശൗലിനും അവന്റെ മകൻ യോനാഥാനും മാത്രമേ അവന് ഭൂതവും. മിടുക്കന്മാർക്ക് ആർക്കും ആയുധമില്ല. ഉള്ളത് ശൗലിന്. അയാൾക്ക് ഭൂതം കയറുമ്പോൾ നരയും 15 ചാടും. അന്നേരം ദാവീദ് കിന്നരം ഒന്ന് വായിക്കും. അന്നേരം തിരുമേനിക്ക് അല്പം. എന്നാ അയാൾക്ക് ഭൂതമാ, ആയുധമുണ്ടല്ലോ. എന്നാ അയാൾക്കല്ലേ ഭൂതം. ആയുധം ഇഞ്ഞ് വാങ്ങാന്ന് വെച്ചാൽ ആയുധത്തിനും കുഴപ്പമാ. എന്തുവാ കുഴപ്പം? വായിച്ചേ. ശാമുവേലിന്റെ 2-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 16 മുതൽ വായിച്ചേ. ദാവീദ് വിലാപകാവ്യം പാടില്ലേ? അറിവുള്ള വാക്യമാണ്. ദാവീദ് അവനോട് നിന്റെ രക്തം 17 മുതൽ. അനന്തരം ദാവീദ് ശൗലിനെയും അവന്റെ മകനായ യോനാഥാനെയും കുറിച്ച് ഈ വിലാപകാവ്യം ചൊല്ലി അവൻ യഹൂദാ മക്കളെ ധനുർഗീതം അഭ്യസിപ്പിക്കുവാൻ കൽപ്പിച്ചു. അത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. വായിരേ. ഇസ്രായേലേ നിന്റെ പ്രതാപമായവൻ നിന്റെ ഗിരികളിൽ നിഹിതന്മാരായി പട്ടുപോയതെങ്ങനെ? ഗത്തിൽ പ്രസിദ്ധപ്പെടുത്തരുത്. അസ്കലോം വീഥികളിൽ ഘോഷിക്കരുത്. ഫെലിസ്ത്യ പുത്രിമാർ സന്തോഷിക്കരുത്. അഗ്രചർമ്മകളുടെ കന്യകമാർ ഉല്ലസിക്കുകയും അരുത്. ഗിൽബോവ പർവ്വതങ്ങളെ നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ വഴിപാട് നിങ്ങളോ ഉണ്ടാകാതിരിക്കട്ടെ. അവിടെയല്ലോ വീരന്മാരുടെ പരിച എറിഞ്ഞു കളഞ്ഞത്. അടുത്ത പദം. ശൗലിന്റെ തൈലാഭിഷേകമില്ലാത്ത പരിച തന്നെ. അപ്പൊ ഇങ്ങനെ ചിന്തിക്കണം. ഗോലിയാത്ത് വെല്ലുവിളിച്ചപ്പോൾ ഒറ്റയൊരുത്തൻ മുന്നോട്ട് ചെന്നില്ല. ഇവൻ നാമം ചൊല്ലി, ദേവന്മാരുടെ നാമം ചൊല്ലി വെല്ലുവിളിച്ചപ്പോൾ മുഴുവൻ എണ്ണം പുറകോട്ടോടി. ഓടാൻ കാര്യം ഒറ്റയൊരുത്തൻ്റെയും
ആയുധമില്ല. ഉള്ളത് ശൗലിന്, അവന് ഭൂതം. എന്നാൽ അവന് ഭൂതമാ. അവൻ്റെ ആയുധം വാങ്ങാന്ന് വെച്ചപ്പോൾ ഇവിടെ എഴുതിക്കുക അഭിഷേകമില്ലാത്ത പരിച. മുഴുവനും പുറകോട്ട് ഓടി. യാക്കോബ് പറയാ എതിർത്ത് നിൽക്ക്, എന്നാൽ അവൻ നിങ്ങളെ വിട്ട്. ഇവിടെ കണ്ടത് അവൻ എതിർത്തപ്പോൾ ഇവരെല്ലാം പുറകോട്ടോടി, കാരണം ആയുധമില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് സകലവും സമാപിച്ചിട്ട് ദുർദിവസങ്ങളിൽ എതിർത്ത് നിൽക്കുവാൻ സർവായുധവർഗം ധരിക്കണം. എനിക്ക് നിങ്ങൾക്ക് മുതൽ എതിരാളിയുണ്ട്. അവനോട് പൊരുതുന്നത് ആത്മാവിന്റെ ആയുധവർഗം ധരിച്ച, സത്യമരയ്ക്ക് കെട്ട് നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷം കാലം ഞെരുപ്പാക്കി രക്ഷകയുടെ ശിരസ്ത്രം പേറി ആത്മാവിന്റെ വാളെടുത്ത് സകല പ്രാർത്ഥനയാൽ യാചനയാൽ ഏറെ നേരത്തും ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുവാൻ. ഇന്ന് രാത്രി എല്ലാവരും സമർപ്പിച്ചാട്ടെ, എല്ലാവരും ഒന്ന് സമർപ്പിച്ചാട്ടെ. പിശാചിനെ കണ്ട് നീ ഓടാനല്ല, നിന്നെ കണ്ട് അവൻ ഓടണം. അവൻ നിന്നെ കണ്ട് ഓടണമെങ്കിൽ നീ സർവായുധവർഗം ധരിച്ചു വേണം നിൽക്കുവാൻ. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിക്കാം.